ഹലോ, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ചുമയുടെയും പനിയുടെയൊക്കെ കാലമല്ലേ, അപ്പോൾ നമുക്ക് ചുമയിൽ നിന്നൊക്കെ കുറച്ച് ആശ്വാസം കിട്ടുന്നതിന് ഉണ്ടാക്കിയൊരു കാപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ചുക്ക് എടുത്തിട്ടുണ്ട്. ചുക്ക് നിങ്ങളുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി ഉണക്കി എടുക്കുന്നതാണല്ലോ ഈ ചുക്ക്. ഇനി തുളസിയിലയാണ്. ഇനി പനിക്കൂർക്ക, കുറച്ച് കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. നല്ല കരിപ്പട്ടിയാണ്. ഇനി കുറച്ച് കുരുമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം എടുക്കുക. ഞാനിവിടെ 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ കുരുമുളകും ചുക്കും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാം. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നമ്മൾ തുളസി ഇലയില്ലേ, അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പനിക്കൂർക്ക, നവര ഇലയെന്നൊക്കെ പറയാറുണ്ട് അതിനെ. ഇനി അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി തിളച്ച് വരണം. നന്നായി തിളച്ചതിന് ശേഷം നമുക്കിനിയിലേക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷമേ കാപ്പിപ്പൊടി ചേർക്കാവൂ. നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കാപ്പിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് കരിപ്പൊട്ടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കരിപ്പൊട്ടി ഇട്ട് കൊടുക്കാം. ഇതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് നമ്മൾ 4 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ്സായിട്ട് മാറണം. അതുവരെ നമുക്ക് നന്നായിട്ട് അത് തിളച്ച് വരണം. അതുവരെ നമുക്ക് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചത് വറ്റി വരണം. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഗ്ലാസോളം ആയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ സത്ത് മുഴുവൻ അതിലോട്ട് ഇറങ്ങിയുള്ളൂ. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഇത് ചൂടോടുകൂടി വേണം നമ്മളൊന്ന് കുടിക്കാനായിട്ട്. നമുക്കിത് അരിച്ചെടുക്കാം. ഇതൊന്ന് കുടിക്കുവാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും. നമ്മുടെ ചുമയ്ക്കൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതിൻ്റെ സത്ത് മുഴുവൻ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഒന്ന് ഞെക്കി അതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ കാപ്പി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ചുമയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നന്നായിട്ട് ഇത് വറ്റി വരണം. ഞാൻ പറഞ്ഞില്ലേ, 4 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് 2 ഗ്ലാസ് ആയിട്ട് കിട്ടണം. എന്നാലേ അതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങി നമുക്കതിന് ഉള്ളൊരു ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം ഇത് കണ്ടിട്ട്. താങ്ക് യു.